ഏവർക്കും സുപ്രഭാതം. ജീവിതത്തിന്റെ പ്രതികൂല ഘട്ടങ്ങളിൽ നമ്മോടൊപ്പം കാണുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ചില ആളുകളുണ്ട്. അവർ പലപ്പോഴും ആ സാഹചര്യത്തെ നമ്മോടൊപ്പം കാണുകയില്ല. തുണയായിട്ട് നമ്മോടൊപ്പം നിൽക്കുമെന്ന് നാം തീർച്ചയായിട്ടും ഉറച്ചിരിക്കുന്ന ചില ആളുകളുമുണ്ട്. അവരെയും ആ സാഹചര്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അതെ, അത് ജീവിതത്തിന്റെ പ്രതികൂല ഘട്ടങ്ങളിൽ പലപ്പോഴും തുണയായിട്ട് ആരും ഉണ്ടായി എന്ന് വരികയില്ല. സങ്കീർത്തനത്തിലെ ഒരു വാക്ക് ഇങ്ങനെയാണ്: യഹോവേ, നിന്റെ കൈ എനിക്ക് തുണയായിരിക്കണമേ. അതെ, ദൈവം നമുക്ക് തുണയായിരിക്കും ജീവിതത്തിന്റെ ഏത് പരിവരുത്ത സാഹചര്യങ്ങളിലും. പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണല്ലോ: എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. അപ്പോൾ ആ ദൈവദാസൻ ചിലരെങ്കിലും തന്നോട് ചേർന്ന് തുണയായിട്ട് നിൽക്കുമെന്ന് ഒത്തിരി പ്രതീക്ഷിച്ചതാണ്. എന്നാൽ താൻ പൂർത്തീകരിച്ചത് എങ്ങനെയാ? എന്നാൽ കർത്താവോ എനിക്ക് തുണ നിന്നു. അതെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഒറ്റപ്പെടലുകളൊക്കെ സംഭവിച്ചേക്കാം. അവിടെയും തുണയായി, നല്ല സഖിയായി, താതനായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകും. ഈ ബലത്തോടെ ഇന്ന് പകലിൽ ജീവിപ്പാൻ കർത്താവ് കൃപ നൽകി സഹായിക്കട്ടെ.